പാലക്കാട്ടേക്കാണ് അവിടെ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധികൾ രൂപപ്പെടുന്നുവെന്നാണ് കേൾക്കുന്നത്. പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഗ്രൂപ്പിസം മാത്രമാണ് പാലക്കാട് കോൺഗ്രസിൽ നടക്കുന്നതെന്ന് കോട്ടായി മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ. DCC പ്രസിഡന്റ് A തങ്കപ്പനും മുതിർന്ന നേതാക്കളും വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും പരാതി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VB ശശിധരൻ, ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചന്ദ്രൻ, അതുപോലെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി, ഇത്തരത്തിൽ 15 പേരാണ് രാജിവെച്ചിരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസിൻ്റെ 5 സെക്രട്ടറിമാർ, 7 എക്സിക്യൂട്ടീവ് മെമ്പർമാർ, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി സുധായ് ഉൾപ്പെടെയാണ് രാജിവെച്ചിരിക്കുന്നത്. രാജിവെക്കാനിടയായ സാഹചര്യം വളരെ പരിതാപകരമാണ്. അതായത് NK ശശിധരൻ എന്ന വ്യക്തി 10-18 വർഷക്കാലം മണ്ഡലം പ്രസിഡൻ്റായിരുന്ന ആളാണ്. അതിനുശേഷം ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്ന ആളാണ്. ആ ആളും അതുപോലെ അംബിക എന്ന് പറഞ്ഞൊരു മെമ്പറും ഇവരാരും തന്നെ പാർട്ടിയുമായിട്ട് സഹകരിക്കുന്നില്ല. അപ്പോൾ DCC പ്രസിഡന്റ് എഴുന്നേറ്റ് പറഞ്ഞു, മോഹൻകുമാർ, നിങ്ങൾ കാര്യകാരണങ്ങൾ സഹിതം നിങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റിന് ഒരു ലെറ്റർ കൊടുക്കൂ. ആ ലെറ്റർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടിയെടുക്കാം. മെമ്പർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയില്ല. ശരിയെന്ന് പറഞ്ഞു. 4 മാസം കഴിഞ്ഞിട്ടും ഒന്ന് പുറത്താക്കാതിരുന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ അത് മറ്റേ ഗ്രൂപ്പിൻ്റെ ആളാണ്, എനിക്ക് പുറത്താക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. പാർട്ടിയുടെ ശമ്പളം വാങ്ങി കഴിക്കുന്ന ആളുകൾ, പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ആളുകൾ, പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയത് ജില്ലാ നേതൃത്വത്തിൻ്റെയും അതുപോലെ തന്നെ KPCCയുടെ കറക്റ്റായ ഭാരവാഹികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ള വേദനാജനകമായ സംഭവം ഉണ്ടായപ്പോൾ പണിയെടുക്കാൻ ഞങ്ങളും പാർട്ടി പദവി അലങ്കരിക്കാൻ ഈ ഗ്രൂപ്പ് നേതാക്കന്മാരുടെ പെട്ടി ചുമക്കുന്നവരുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഐക്യകണ്ഠേന ഇതിനെതിരെ നടപടി വേണം പറഞ്ഞ് ജില്ലാ പ്രസിഡന്റിനോട് നിരവധി തവണ ആവശ്യപ്പെട്ടില്ല. അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ പറഞ്ഞ രാജി മുഴുവൻ ഉണ്ടായത്. സച്ചിൻ പാലക്കാട് എന്ന വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം പാലക്കാട് കോൺഗ്രസിൽ ഇപ്പോഴെന്താണ് സംഭവിച്ചതെന്ന്, ഈ പുതിയ പ്രതിസന്ധി എന്താണെന്ന്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് പാലക്കാട് കോൺഗ്രസിലെ പുതിയ പ്രശ്നം? ഈ തമ്മിലടിയും വിഭാഗീയതയും ഒന്നും അവിടുത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വിഷയമല്ലല്ലോ, അതെന്നും ഉണ്ടാകുന്നതാണല്ലോ. ഇപ്പോൾ ഈ കോട്ടായി മണ്ഡലം കമ്മിറ്റിയുടെ പരാതി എന്താണ്? അവരുടെ പ്രശ്നം എന്താണ്? മനു, ഗുഡ് മോർണിംഗ്. വലിയ രീതിയിലുള്ളൊരു ആക്ഷേപമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് A തങ്കപ്പനെതിരെ കോട്ടായിലെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ 15ഓളം പ്രവർത്തകരാണ് കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള 15ഓളം പേർ രാജിവെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ കോൺഗ്രസിലെ ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു രാജി എന്ന കാര്യമാണ് രാജിവെച്ചവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി, അതേപോലെ തന്നെ സേവാദളിൻ്റെ ജില്ലാ ഭാരവാഹി, ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹി, മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചിട്ടുള്ളത്. തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളും രാജിവെച്ചവരിൽ ഉണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു കൂട്ടരാജി തന്നെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയൊരു പ്രതിഷേധം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ A തങ്കപ്പനെതിരെയും അതേപോലെ തന്നെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെയും കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നു വരുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് നേരത്തെ നമ്മൾ മാധ്യമങ്ങളിൽ ഇപ്പോൾ കേട്ടതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് AI ഗ്രൂപ്പ് നേതാക്കളുടെ പെട്ടി ചുമക്കുന്നവർക്ക് മാത്രമാണ് പാലക്കാട്ടെ കോൺഗ്രസിൽ സ്ഥാനമുള്ളൂ എന്ന കാര്യമാണ് കോട്ടായി മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മോഹൻകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പ് നേതാക്കളെ, അതായത് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ, കോട്ടായിൽ 3 പഞ്ചായത്ത് മെമ്പർമാരാണ് കോൺഗ്രസിനുള്ളത്. കോട്ടായി പഞ്ചായത്തിലെ ഈ 3 മെമ്പർമാരിൽ 2 പേർ ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം വഹിക്കുന്ന ആളുകൾ പാർട്ടിയുടെ ഒരു പരിപാടിക്കും വരുന്നില്ല. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം പങ്കെടുക്കുന്ന പല പരിപാടികളും ബഹിഷ്കരിക്കുന്ന ഒരു നിലപാടാണ് ഈ 2 മെമ്പർമാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടിയാണ് മണ്ഡലം പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവർക്കെതിരെ 4 മാസം മുൻപ് തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഇവർക്കെതിരെ കർശനമായ നടപടി എടുത്തിട്ടില്ലെങ്കിൽ പാർട്ടിയിൽ വലിയ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകും എന്ന കാര്യം കോൺഗ്രസ് അധ്യക്ഷൻ A തങ്കപ്പനോട് കൃത്യമായി പറഞ്ഞിരുന്നു. എന്നാൽ യാതൊരുവിധ നടപടിയും ഈ 4 മാസത്തിനുള്ളിൽ എടുക്കാൻ വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തയ്യാറായില്ല എന്ന കാര്യമാണ് മോഹൻകുമാർ വ്യക്തമാക്കിയത്. അവർ മറ്റേ ഗ്രൂപ്പിൻ്റെ ആളാണ് എന്ന ഒരു മറുപടിയാണ് തങ്കപ്പൻ നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഗ്രൂപ്പ് നേതാക്കൾക്ക് വേണ്ടി പെട്ടി ചുമക്കുന്ന ആളുകളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പാലക്കാട്ടെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്ന രൂക്ഷ വിമർശനമാണ്
കോട്ടായി മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മോഹൻകുമാർ ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലയിലെ മുതിർന്ന നേതാക്കൾ പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേരളത്തിൻ്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ദീപാദാസ് മുൻഷി എന്നിവർക്കും കോട്ടായി മണ്ഡലം പ്രസിഡന്റ് കത്തയച്ചിട്ടുണ്ട്. ഇതിൽ കൃത്യമായ അനുകൂലമായ നിലപാട് ഉണ്ടായിട്ടില്ലെങ്കിൽ നിരവധി പ്രവർത്തകർ ഇനി കോട്ടായി പഞ്ചായത്തിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജിവെക്കുമെന്ന വലിയൊരു സൂചന കൂടി കോട്ടായി മണ്ഡലം പ്രസിഡന്റ് നൽകിയിട്ടുണ്ട്. ഇത് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുമ്പോൾ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മനു, ശരി, നോക്കാം എന്തായാലും പാലക്കാട്ടെ കോൺഗ്രസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. സച്ചിനാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. കോട്ടായി മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയും പരിഭവവും ഒക്കെയാണ് നമ്മൾ കേട്ടത്. പാലക്കാട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പുതിയ കാര്യമല്ല. കാരണം അത്രമേൽ UDF സ്വഭാവമുള്ള ഒരു മണ്ഡലമായതുകൊണ്ട് മാത്രം കോൺഗ്രസ് ജയിച്ചു കയറിപ്പോരുന്ന ഒരിടമാണ് പാലക്കാട്. ഒരു 2 മാസം പാലക്കാട് ജീവിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ്. അതല്ലാതെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ മേന്മ കൊണ്ടൊന്നുമല്ല ആ മണ്ഡലം അവർക്ക് നിലനിർത്താൻ കഴിയുന്നത്. ആ മണ്ഡലത്തിന് അത്രമേൽ UDFൻ്റെ ഒരു പൊതു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് അവിടെ UDF സ്ഥാനാർത്ഥികൾക്ക് സ്ഥിരമായി ജയിക്കാൻ കഴിഞ്ഞത്. അതിനിടയിൽ ഈ പടലപ്പിണക്കങ്ങൾ ഇങ്ങനെ പതിവായി വരും, അതൊരു വഴിക്ക് അങ്ങനെ പോകും. അതാണ് കോൺഗ്രസിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.